കേശുവേ, നമ്മൾ ആരാ? നീ ശിവയും ഞാൻ കേശു. ഓ അതല്ല, അത് പണ്ടല്ലേ. നമുക്കിപ്പോ മാറ്റങ്ങളില്ലേ? എന്ത് മാറ്റം? ആ, നീ ഇപ്പൊ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലോട്ട് പോയി, ഞാൻ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലോട്ട് പോയി, അതല്ലേ? ഒരു മാറ്റമില്ല. വേറെന്ത് മാറ്റം? എടാ, നമ്മളിപ്പോ ഒരു ചേട്ടനും ചേച്ചിയും അല്ലേ? അതോ? എന്താ ഒരു മാറ്റമല്ലേ? എടാ, നമ്മളൊരു ചേട്ടനും ചേച്ചിയായിട്ട് നമ്മൾ കുഞ്ഞാക്ക് ഒരു കുഞ്ഞുടുപ്പ് പോലും വാങ്ങിക്കൊടുത്തില്ലല്ലോ. നമ്മൾ വാങ്ങിച്ചു കൊടുക്കണല്ലോ, ബാക്കി എല്ലാവരും വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ, അതാണ് കുഴപ്പം. ബാക്കി എല്ലാവരും വാങ്ങിക്കൊടുത്തു, നമ്മൾ മാത്രം വാങ്ങിക്കൊടുത്തില്ല. ബാബുക്ക് സംസാരിക്കാറാകുമ്പോഴത്തേക്കും ബാബു നമ്മുടെ അടുത്ത് ചോദിച്ചാലോ, കൊച്ചേട്ടനും കൊച്ചേച്ചി എന്താ എനിക്കൊന്നും വാങ്ങി തരാഞ്ഞെന്ന്? കൊച്ചേട്ടനും കൊച്ചേച്ചിയോ? ആടാ, നമ്മളുണ്ടായാലും ചെറിയ പിള്ളേരല്ലേ, അതുകൊണ്ട് ബാബു നമ്മളെ കൊച്ചേട്ടനും കൊച്ചേച്ചിന്ന് വിളിക്കും. പക്ഷെ മുടിയൻ ചേട്ടനും ചേച്ചിയും വലിയ പിള്ളേരല്ലേ, അതുകൊണ്ട് അവര് വലിയേട്ടൊന്നും വലിയച്ചിന്ന് വിളിക്കും. കൊള്ളാം, കൊച്ചേട്ടനും കൊച്ചേച്ചിയും. അതല്ല എടുത്ത വിഷയം. കുഞ്ഞാക്കൊരു കുഞ്ഞുടുപ്പ് വാങ്ങിക്കൊടുക്കണം. കൊടുക്കാം. ചേച്ചിയെ കിട്, ചേച്ചിയെടുത്ത് ചോദിക്കാം. ബാ, ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളും പറഞ്ഞു തന്നെ ഞാൻ കൊല്ലും. രണ്ടിന്റെ വിശേഷം പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ല, അങ്കനവാടി വിട്ട് അങ്കനവാടി ടീച്ചർ നേരെ വീട്ടിലോട്ടല്ലേ പോണ്ടത്? ഇവിടെ എന്തിനാ നിൽക്കണേ? എന്റെ പൊന്നോ, രണ്ടും വന്നപ്പോ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാ, അതിപ്പോ വലിയ കുറ്റായ. ചേച്ചി, ചേച്ചി 1 മാസത്തെ ശമ്പളം എത്ര? നീ എന്തിനാ ഇപ്പൊ ശമ്പളം തിരക്കണേ? അല്ല, അതൊക്കെ ഒരു കാര്യത്തിനാ പറ. എടാ, പെമ്പിള്ളേരോട് ശമ്പളക്കാരും ചോദിക്കാൻ പാടില്ലെന്നാ. അപ്പോ പെമ്പിള്ളേരോട് വയസ്സ് ചോദിക്കാൻ പാടില്ലെന്നല്ലേ? വയസ്സ് ചോദിക്കാൻ പാടില്ല, ശമ്പളക്കാരും ചോദിക്കാൻ പാടില്ല. നീ എന്നിട്ട് ചേച്ചിയുടെ ശമ്പളമൊക്കെ ചോദിക്കണം. നിങ്ങൾ ഒന്നേ വാ. പബ്ലിക് പ്രോപ്പർട്ടി വന്ന് തലേ കൂട്ടി കൊണ്ടുപോകാൻ. വാവേന്റെ ഏട്ടാ, വാവന്റെ അമ്മ എന്ത്? നമുക്ക് വാവേനെ കാണണം, കാണിച്ചു. എന്റെ അമ്മോ, ഞാൻ വന്ന് കയറിയപ്പോ വാവ എന്തേന്ന് ചോദിച്ചു. അതിനാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ. അവരുണ്ടൊരു എന്ത് ചെറിയ പിള്ളേര്? ഞങ്ങളിവിടെ ഉണ്ട്. ആ, എത്തിയാ? എന്നാ രണ്ടുപേരും പെട്ടെന്ന് കുളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പഠിക്കാൻ നോക്കിയിരുന്നു. പഠിക്കാൻ അമ്മ ഇത് ക്ലാസ് വലുതായിട്ടൊന്നും പഠിപ്പിച്ചില്ല. വലുതായിട്ട് പഠിപ്പിച്ചില്ലെങ്കിലും ചെറുതായിട്ട് പഠിപ്പിച്ചില്ലേ, അത് പഠിച്ചാൽ മതി. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ പഠിച്ചു. അപ്പൊ ഹോംവർക്ക് ഒന്നും ഇല്ലേ? ഹോംവർക്കാ? അമ്മ ഇപ്പൊ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എല്ലാം ശരിയാവുന്നാലേ ഹോംവർക്ക് ഒക്കെ തരൂ. ഇനിയുണ്ട് കുറെ സമയം. ഓ, അപ്പൊ ഇന്ന് രണ്ടുപേർക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അതെ, രണ്ടുപേരും ഫ്രീ ആണ്. നന്നായി. എന്നാ പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറും. ഇവിടെ അമ്മ സിനിമയ്ക്ക് പോലാണോ? ഇല്ലടാ, ഊട്ടി പോകാനാ, മഴയൊക്കെ അല്ലേ, നല്ല രസമായിരിക്കും. പോയിട്ട് വരാം. പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് വരാൻ സെറ്റിൽ പോയി ഇരിക്കടാ, ബുക്കുമായിട്ട് എന്തെങ്കിലും കഴിച്ചോ വേണമെങ്കിൽ. എന്തിനി പഠിക്കാൻ ഞാനാ പഠിപ്പിച്ചാണ് ഇന്നോട്ട്. അമ്മ പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ ടീച്ചേഴ്സ് അവര് പഠിപ്പിക്കില്ലേ? നിങ്ങളല്ലേ പറഞ്ഞ സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തുടങ്ങിയില്ലാന്ന്. അപ്പൊ ഞാൻ പഠിപ്പിച്ചങ്ങ് തുടങ്ങാം. അമ്മേ, ഞാനും പഠിപ്പിക്കട്ടെ? വേണ്ട ചേച്ചി, അംഗൻവാടിയിൽ പിള്ളേരെ പഠിപ്പിച്ചാൽ മതി, ഞങ്ങളെ പഠിപ്പിക്കാം. എന്താ അവള് പഠിപ്പിച്ചാ കുഴപ്പം? നീ പഠിപ്പിച്ചോ. അമ്മ, ചേച്ചി ഒരു പിള്ളേരെ പഠിപ്പിച്ച കഥ അമ്മയ്ക്ക് അറിയാലോ അല്ലേ? അത് പണ്ടല്ലേ. ഒരു 10 മിനിറ്റ് സമയം തരും, രണ്ടും പോയി കുളിച്ച് റെഡി ആയിട്ട് അവിടെ വന്നിരുന്നോ. 10 മിനിറ്റ് കൊണ്ട് ഇടാൻ പറ്റില്ല, പിന്നെ കുളിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? അപ്പൊ 1 അരമണിക്കൂർ കൊടുക്കാലോ. അരമണിക്കൂർ ഒരാൾക്ക് അരമണിക്കൂർ വെച്ച്. ഒരാൾക്ക് അപ്പൊ ഞാൻ കാണാം, ഒരാൾക്ക് അരമണിക്കൂർ വെച്ചിട്ട്. രണ്ടിന്റെ കാര്യം ഞാൻ ഏറ്റിട്ടാ. കരയിപ്പിക്കരുത്. ഇല്ല ചെല്ലേ. കേശു, തുറക്കടാ, നീ തുറക്ക്. അമ്മ ഡ്രസ് സാരമില്ല, തുറക്ക് നീ. പിള്ളേരെ, ശിവ അണങ്ങി അടക്കുന്നു. വരാം. കളറുണ്ട്, ഞാൻ വരാം. കേശുന്തി ഡി, ആണുങ്ങളെ സമയത്തിന് ക്ലാസ്സിൽ വന്നിരുന്ന പഠിക്കാനിരുന്ന ചരിത്രം ഉണ്ടോ? ആ, ചേട്ടനെ കണ്ടല്ലേ ഓരോ ശീലങ്ങളൊക്കെ പഠിക്കണത്. ഞങ്ങളെ പഠിപ്പിക്ക്. ഞാൻ പഠിപ്പിച്ചോളാം. പിന്നെ നീ വലിയ റോൾ മോഡലാണല്ലോ. നീ ആദ്യം വടി മാറ്റി പിടിക്കരുത്. നീ ഇങ്ങനെയാണ് അംഗനവാടി പഠിപ്പിക്കണത്? അതെ, അംഗനവാടിയിലെ പിള്ളേരെ പഠിപ്പിക്കാൻ വടിയുടെ ആവശ്യമില്ല, പക്ഷെ ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കാൻ വടിയുടെ ആവശ്യമുണ്ട്. ആ ടെക്സ്റ്റിംഗ് വന്നേ. ചേച്ചി, ഞാൻ റെഡി. ബുക്കൊന്നുമില്ലേ? ഇവിടെ കൊടുത്തോട്ട്. ആ മുറിന്ന് വരുമ്പോ 2 ബുക്ക് ചുമക്ക് ഭയങ്കര പാടാണല്ലോ നിനക്ക്. അല്ല, ഈ വടി എന്തിനാ? വടി അവിടെ ഇരിക്കട്ടെ, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചേച്ചി, വടി വെച്ച് പഠിപ്പിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. അത് നീയാണോ തീരുമാനിക്കണേ? കേശു, നിന്റെ ടെക്സ്റ്റ് എന്തി കൊടുക്കും. ഓഹോ, ക്ലാസ്സിലെ ടീച്ചർ ടെക്സ്റ്റ് ചോദിക്കുമ്പോഴത്തേക്ക് നീ ഇവളോട് പറയോ ടെക്സ്റ്റ് എടുത്ത് തരാൻ? അത് മാത്രമുള്ള ഒരു വിഷമം. അവന്റെ ടെക്സ്റ്റ്
ചേച്ചി കുറച്ചു നേരം എന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയല്ലോ. എന്തൊന്നും മനസ്സിലാവത്തോണ്ടാണോ ഇവന്റെ ടെക്സ്റ്റ് ബുക്ക് കയറി പിടിച്ചേ? അത് ഞാൻ പഠിച്ചപ്പോ ടെക്സ്റ്റ് അല്ലല്ലോ, സിലബസ് ഒക്കെ മാറിയില്ലേ. അപ്പൊ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നാ പിന്നെ ചേച്ചി മൊത്തം വായിച്ച് പഠിച്ചോ, എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നാടി വാടി. എവിടെ പോണം? അവിടെ നിന്നോളം. എനിക്കിത് വായിക്കട്ടെ, 10 മിനിറ്റ് സമയം മതി. 10 മിനിറ്റ് സമയമുണ്ടല്ലോ. അപ്പൊ പിള്ളേരെ നമുക്ക് കളിക്കാം. ചേട്ടൻ നാണൂല്ലേ പിള്ളേരോട് ഇനി കളിച്ചടക്കാൻ? ചേച്ചി ചേട്ടനെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങളെ പഠിക്കാൻ വിളിച്ച ചേച്ചി കളി ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങളിപ്പോ ഇത്രയും പ്രായമായിട്ടും കളിക്കാൻ വിളിച്ച ചേട്ടനോടാ. ചേട്ടൻ മരണം മാസാണ്. അതന്നെ കുഞ്ഞാവേ ബാ, ചേച്ചി എടുക്കാല്ലോ. കുഞ്ഞാവേനെ ചേച്ചി എടുക്കണ്ട, ചേട്ടൻ എടുത്തോളാം. എന്നാ പിന്നെ വാ. ചേച്ചിയുടെ ഒന്നും വാങ്ങിക്കണ്ട, അത് ശരിയാവില്ല. എന്ത്? എടാ നമ്മളിപ്പോ ചേച്ചിയുടെ നിന്ന് വാങ്ങിക്കാൻ പോയ ചേച്ചി ചോദിക്കും എന്തിനാ കാശ് എപ്പ തിരിച്ചു തരുമെന്ന്. ചുമ്മാ എന്തിനാ അതൊക്കെ വാ കേൾക്കാൻ പോണേ? നമുക്ക് മുടിഞ്ചണ്ടെന്ന് വായിച്ചല്ലേ കാശ്. ചേട്ടൻ്റെ കയ്യിൽ കാശ് ഇരിക്കല്ലേ, നമ്മളെക്കാളും കഷ്ടപ്പെട്ട ചേട്ടൻ്റെ കാര്യം. ഇവിടെ നീ എന്താ പറയണേ? ഒരു വഴിയുണ്ട്. എന്തു പോയി? സ്കൂള്. ഓ, സ്കൂളിൽ പോയി ബക്കറ്റ് വിരി നടത്താനാണ് നീ പറയണേ? അതല്ല എടാ, ഇപ്പൊ സ്കൂൾ തുറന്നിരിക്കുന്ന ടൈമല്ലേ. ഇപ്പൊ തൊട്ടേലും പിടിച്ചതിന് എല്ലാത്തിനും ഫീസുകളാ. ആ ഫീസ് വെച്ച് നമുക്ക് കളിക്കാം. നീ ഉദ്ദേശിക്കുന്ന അമ്മയടുത്ത് കള്ളം പറയാനാണോ? എടാ, ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കള്ളം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കള്ളം പറഞ്ഞ കുഴപ്പമില്ലല്ലേ? ഇല്ല. അതെ, കള്ളം പറയാം. എന്ത് വർത്താനം പറഞ്ഞിട്ടിരിക്കണേ? പഠിത്തമൊന്നും ഇല്ലേ? അമ്മ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറിനെ ഏർപ്പാടാക്കിയിട്ടില്ലേ? ടീച്ചറാ? ഏത് ടീച്ചർ? ലച്ചു ചേച്ചി. അമ്മയെ ലച്ചു ചേച്ചി അവിടെ അടുത്ത് പഠിച്ചോണ്ടിരിക്കുക. ചേച്ചി പഠിച്ചിട്ട് വേണ്ട ഞങ്ങളെ പഠിപ്പിക്കാൻ. എന്റെ ദൈവമേ, ബെസ്റ്റ് ആളെയാണ് ഞാൻ ഏൽപ്പിച്ചത്. അമ്മ എനിക്ക് നാളെ 250 രൂപ തരണേ. എന്തിന് 250 രൂപ ഇപ്പൊ? അമ്മ അത് പുതിയതായിട്ടൊരു സംഭവം, സ്പോർട്സ് ഫീ. സ്പോർട്സ് ഫീസാ? അതെന്തോന്ന് ഫീസ്? പുതിയതായിട്ട് വരുന്നൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഭാവിയിൽ ഒളിമ്പിക്സ് താരങ്ങളെ വാർത്തെടുക്കുന്ന ഒരു സൈസ് ഒരു സംഭവമാണ്. അതിനുള്ള എക്യുപ്മെന്റ്സ് ഇല്ലേ, അത് മേടിക്കാൻ വേണ്ടിയാണ് 250 രൂപ ഫണ്ട്. നീ ഇതിലാത്ത ഏതിലാ ചേരണേ? ഒന്നുമില്ല, എല്ലാത്തിലും ചേരും. എല്ലാത്തിലും അങ്ങനെ ചേരാൻ പറ്റുമോ? ആ, അമ്മ എനിക്ക് വേണേ 250 രൂപ കേട്ടോ. അപ്പൊ നീയും ഉണ്ട് സ്പോർട്സിൽ? ഞാൻ സ്പോർട്സിലല്ല, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പുതിയൊരു ഡ്രോയിങ്ങിന്റെ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള അഡ്മിഷൻ ഫീ ആണ് 250 രൂപ. അത് കൊണ്ടുകൊടുക്കണം. സ്കൂള് തുറന്നില്ല, അതിന് മുന്നേ തുടങ്ങി ഊറ്റല്. അമ്മ ഇത് ഈ 2 ഫീസ് കൂടി കഴിഞ്ഞ പിന്നെ അടുത്ത വർഷമുള്ളൂ വേറെ ഫീസുകള്. എന്നാണ് ടീച്ചർ പറഞ്ഞല്ലേ? അതെ അതെ. ആ, ഇതൊക്കെ മേടിച്ചിട്ട് വല്ലതും പഠിക്കണ്ട നിങ്ങള്? അമ്മ ലച്ചേച്ചി പഠിച്ചാൽ ഞങ്ങൾ പഠിക്കും. അതെന്തിനല്ലേ ചേച്ചി പഠിച്ചിട്ട് നിങ്ങൾ പഠിക്കണേ? ചേച്ചി ഞങ്ങളുടെ പുസ്തകം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കില്ലേ. ചേച്ചി പഠിച്ചാലേ ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. തരൂല്ലേ? ശിവ, വല്ല ബാക്കപ്പ് പ്ലാനും ഉണ്ടോ? എന്താ എടി, ഇപ്പം അമ്മ പൈസ തന്നെ വിചാരിക്കും, വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ വേണ്ടേ? അതുണ്ട്. എന്ത് പ്ലാൻ? ആദ്യം തന്നെ അമ്മ പൈസ തരും ഇല്ലെന്ന് അറിയട്ടെ, അങ്ങനെ നമുക്ക് ഞാൻ പറയാം. പിള്ളേരെ വേറെ സംസാരിച്ചോണ്ടിരിക്കാണ്ട് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോകാൻ നോക്കണേ. സമയങ്ങളാണ്. ചേട്ടാ നിന്നേ, അത് കടച്ചേട്ടൻ പോയിക്കോ. ഇതാന്നാടി വഴി പോണ ആൾക്കാരെ വിളിച്ചു വരുത്തി കളിയാക്കണ? ചേട്ടൻ വയ്ക്കുക, രാവിലെ തന്നെ അവിടെ കിളി പോയിരിക്കുക. ചേട്ടൻ നിന്നേ. എന്താടാ ചേട്ടൻ അടുക്കളയിലോട്ടല്ലേ പോണേ? അല്ലാതെ പിന്നെ ചേട്ടൻ എവിടെ പോകാനാടാ? നമ്മളത് ഈ പ്ലേറ്റ് കൊണ്ട് കൊണ്ടുപോയിക്കോ. എന്തോ നീ കഴിക്കുമ്പോ പ്ലേറ്റ് എടുത്തോണ്ടല്ലോ തിരിച്ചോണ്ട് കേട്ടാ. കൊണ്ട് പോയേട്ടാ. അവനെ പിടിച്ചേ, പാത്രം ഞാൻ കൊണ്ട് വെക്കാം. ഒന്നാമതേ സമയം വൈകി, ഞാൻ എന്റെ പേരിൽ അടിയുണ്ടാവും. കൈ കിട്ടി വന്നേ. അമ്മേ, ഞാൻ എന്നാ പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. മീൻ വറുത്തല്ലേ? മീൻ വറുത്തേ? ആകുമല്ല. പിന്നെ 250 രൂപ സ്പോർട്സ് ഫീ. സ്പോർട്സ് ഫീസാ? വെറുതെ പൈസ കളയല്ലേട്ടാ. അവനത് പ്രായമൊന്നും ആയിട്ടില്ല സ്പോർട്സ് പോകാനൊന്നും. ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് പാല് വെക്കല്ലേ? അമ്മേ, അമ്മേ എൻ്റെ ആ ഡ്രോയിങ് ക്ലബിന്റെ 250 രൂപയും കൂടി അതും കൂടി ഒന്ന് തരണേ. 2 പേർക്കും കൂടി 250 വെച്ചാൽ 500 രൂപ. അത്രയല്ലേ ഉള്ളൂ? ലച്ചു, ഒരു 500 രൂപ ശമ്പളം കിട്ടുമ്പോ തരാം. 500 രൂപ. 500 കൊടുക്കേച്ചി. അമ്മ ശമ്പളം കിട്ടുമ്പോ തരാന്ന് പറഞ്ഞില്ലേ? തിരിച്ചു തരൂ? ഓ, തരും. ആകപ്പാടുണ്ട് 500. അതും എന്താ? അല്ല 500 ഷൂന്നും പറഞ്ഞ് പോയില്ല, അതിന്റെ കാര്യം. ഇങ്ങോട്ട് രണ്ടാം അങ്ങോട്ട് കൊടുക്ക്. സ്വന്തം കയ്യിൽ നിന്ന് എടുത്തപ്പോ ഭയങ്കര നെണ്ണോ അല്ലേ? നിന്നെ പഠിപ്പിക്കുമ്പോ എനിക്ക് ഇതേപോലെ ഒരുപാട് 500 പോയിട്ടുണ്ടേ. ഇതെന്റെ പോവില്ലല്ലോ, അപ്പൊ തിരിച്ചു തരില്ലേ? അപ്പൊ നിനക്ക് തിരിച്ചു വേണം. എന്റെ കയ്യിൽ നിന്ന് പോയതൊക്കെ അങ്ങ് പറന്നുപോയി, തിരിച്ചിങ്ങോട്ട് കിട്ടില്ലല്ലോ. തിരിച്ചു കിട്ടുന്ന വല്ല ജോലി ചെയ്തിട്ട് വലുതാമ ജോലി ചെയ്തിട്ടാണ് മക്കൾ തിരിച്ചു തരണം അമ്മമാർക്കും അച്ഛന്മാർക്കും. ഇത് അതുമില്ല. എന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങ് ചോദിക്കും. അപ്പൊ നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടാണല്ലോ ഞാൻ ഒരു 500 രൂപ വെച്ചിട്ട് തരാണ്ടിരുന്നത്. ചേട്ടൻ ചോദിക്കണ പോലെയല്ലല്ലോ അമ്മ ചോദിക്കണത്, അതാദ്യം മനസ്സിലായി കേട്ടാ. അമ്മ പോവാണേ, ബൈ. ഇതൊന്നും കൊണ്ടുപോയില്ലേ? പോയിട്ട് വരാട്ടാ. ഇത് എന്റേതാ.
പോയിട്ട് വരാം. ചേച്ചി ഇല്ല ജോഫിയുടെ ബാഗിന്റെ ഇതൊക്കെ നേരത്തെ എടുത്ത് വെച്ചുകൂടെ പിള്ളേരെ? ചോറെല്ലാം തട്ടി കളയും. നിന്നെ എടുത്താ നിന്റെ വെച്ചാ ഇല്ല എന്റെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മ പോയിട്ട് വരാം. ശിവ കോട എടുത്തില്ലേ ആ വാ നമുക്ക് വല്ലതും കഴിച്ചിട്ട് കിടന്നു ഉറങ്ങാം വാ. പോവാണോ ഡ്യൂട്ടി കഴിഞ്ഞ്? എടാ ഞാൻ ഇപ്പൊ പോവും. ഇന്ന് പുതിയ ടീം. പുതിയ ടീമാ. അല്ല സാധാരണ അമ്മ ആദ്യം പിന്നെ ലച്ചും പിള്ളേരൊക്കെ പുറകെ പറഞ്ഞല്ലേ. ഓ അത് കുറച്ച് പച്ചക്കറി മേടിക്കാൻ കടയിൽ കയറി അപ്പൊ ഇച്ചിരി വൈകി. ശിവകേശം വന്നില്ലേ? അവരൊന്നും വന്നിട്ടില്ല. വന്നില്ലേ? അവിടെ സ്കൂളിൽ പിള്ളേരൊക്കെ വീട്ടിൽ പോയല്ലോ അമ്മ. എവിടെങ്കിലും വായി നോക്കി കിടക്കണ്ടാവും. എന്റെ അമ്മ ഇതുങ്ങൾ രണ്ട് നേരെ വഴിയൊന്നും വരാറില്ല അമ്മേ. കണ്ട കാടിന്റെ ഇടയുടെ ഊടുവഴിയൊക്കെ കേറിയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. പിന്നെ എങ്ങനെയാ ലേറ്റ് ആവാതെ തന്നെ? എല്ലായിടവും കയറി ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. വരട്ടെ അപ്പൊ ശരിയാക്കി കൊടുക്കാം. എന്തോന്ന് കൈ എപ്പോഴും കൊച്ചിനൊന്നും കൊടുത്തില്ലടാ നീ? ഞാൻ കൊടുക്കണ്ട. അത് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ വേറെയാണ് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ എനിക്കൊരു ഡൗട്ട്. എന്ത്? രാവിലെ തന്നെ 2 പിള്ളേരും കൂടെ അമ്മേനെ 500 രൂപ മേടിച്ചിട്ട് ഇത്ര നേരം എത്തിയില്ലല്ലോ. അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമെന്നാ? അമ്മേനെ പൈസ മേടിച്ച് പറ്റിച്ച് അവര് ഫുഡ് കഴിക്കാൻ എത്ര തന്നെ? അതിന് അവർക്ക് നിന്റെ സ്വഭാവം അല്ലല്ലോ കിട്ടുന്ന പൈസക്ക് ഫുഡ് അടിച്ച് തീർക്കേ. ഞാൻ പറയണത് വിശ്വസിക്കില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മ ക്ലാസ് ടീച്ചറൊന്ന് വിളിച്ചു നോക്കിയേ. അപ്പൊ എന്താ സംഭവം അറിയാലോ. അമ്മ ചേട്ടൻ പറഞ്ഞ കറക്റ്റൊന്ന് വിളിച്ചു നോക്ക്. വിളിച്ചേ. ഹലോ മിസ്സേ. ഞാൻ നീലിമയാണേ. എന്തോ അത് ഞാൻ വിളിച്ചത് നമ്മൾ കേശുവിൻ്റെ കയ്യിലേ. ഞാൻ വരാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായിരുന്നു. ഞാൻ വരുന്നുണ്ട് അടുത്ത് തന്നെ. ഞാൻ വിളിച്ചേ മിസ്സേ. കേശുവിൻ്റെ കയ്യിൽ സ്പോർട്സിൻ്റെ ഫീസ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലേ? അപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തോ ഡ്രോയിങ്ങിൻ്റെ എന്തോ സംഭവം അതിൻ്റെ ഫീസൊന്നും പറഞ്ഞിരുന്നു. രണ്ടുമില്ല. ഓ ശരി ശരി. ഞാൻ വിളിക്കാം മിസ്. അങ്ങനെ ഒരു ഫീസ് ഇല്ലാന്ന്. ഇല്ല. ഇപ്പൊ എന്തായി? മൊത്തം കള്ളത്തരല്ലേ? എന്റെ പൈസ പോയിടി. അതിന് എന്റെ പൈസ ഞാൻ പോണേ. അമ്മേലെ പൈസ കൊടുത്തു. അപ്പൊ അമ്മയുടെ പൈസ പോയത്. പിള്ളേരെ പറ്റിച്ച പൈസ അമ്മ തരേണ്ട ആവശ്യമില്ല. നീ പാടിയായിരുന്നു. അതമ്മ എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിള്ളേരുടെ നിന്ന് മേടിച്ചോളാം. മേടിക്കട്ടെ. അവരെല്ലാം ഇങ്ങനെ കെട്ടി കിടക്കല്ലേ പൈസ. ഒന്ന് മണ്ടി അടി. അമ്മ എന്താ ഒന്നും മിണ്ടാതെ? എന്ത് ഞാൻ പറഞ്ഞില്ലേ? ആദ്യമേ പറഞ്ഞല്ലേ. അല്ല ഈ പിള്ളേർ രണ്ടുപേരും എവിടെ പോയതപ്പോ? അറിയില്ല, വരട്ടെ. നീ സ്കൂളിൽ കയറി നോക്കിയായിരുന്നാ? ആ പരിസരത്ത് ഒറ്റ പിള്ളേരും ഉണ്ടായില്ല. മിസ് സമയം ഇത്ര ആയില്ലേ? സാധാരണ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണതാ. അത് അതും ഉണ്ടായില്ല. ഞാൻ ഫുഡ് അടിക്കാൻ പോയതാണ്. പോടാന്ന് കള്ളത്തരമാണെന്ന് അറിഞ്ഞാൽ ഞാൻ പോട്ടെ. നിന്നെയൊക്കെ കണ്ടല്ലേ നിങ്ങൾ പഠിക്കണേ കള്ളത്തരം. എന്ത് പറഞ്ഞാൽ എന്നെ പറഞ്ഞോളണം. ഇല്ല നീ ഒന്നും കാണിക്കാറില്ലല്ലോ ഇവിടെ. നീ നിക്ക ഇങ്ങനെ ഒരു പ്രയോജനം ഇല്ലാണ്ട്. അമ്മ അവിടുന്ന് ജോലി ചെയ്യട്ടെ. അവനവിടെ പോയാ? എന്താ ഇവിടെ വായി നോക്കി കണ്ട നോക്കൊന്ന് പിള്ളേരെ. പിടി സാരി മാറട്ടെ. ബാവനെ പിടിക്കണോ പോയി നോക്കണോ? നോക്കടാ. അപ്പൊ ഞാൻ വാവനാരും നോക്കും. നീ നോക്കിപ്പോ. അപ്പൊ എനിക്ക് സാരി മാറണ്ടേ? എടീ ഇതെങ്ങനുണ്ട്? അത് പോരാടാ, അത് ഒട്ടും പോരാ. പോരെ? ഇല്ല. ഇതെങ്ങനെ ഉണ്ടാവും? നന്നായിട്ടില്ലേ വാവ കിട്ടുമ്പോ? ഇതോ? ആ പോരടി. പോരെ. ചേട്ടാ ഒരെണ്ണം സെലക്ട് ചെയ്യാട്ടാ. നോക്കുന്നു ഇങ്ങനത്തെ ഐറ്റംസ്. വേണ്ട 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 വേണ്ട. കുറച്ച് കളർഫുൾ ആയിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാവടാ? ഏത്? ഇത് പൊടിയായിരുന്നു. എന്താ ടൈപ്പ് കളർഫുൾ ഐറ്റം? വേണ്ട ചേട്ടാ, അതൊന്നും വേണ്ട. അങ്ങനല്ല, അതും പോരടാ. ഇതോ? അത് പോരെ പോരെ, ഒട്ടും പോരാ. ശിവ ഇതെങ്ങനെയുണ്ട്? കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലേ? കൊള്ളാം. ആ ചേട്ടാ ഇതിന് റേറ്റ് എത്ര? ഇത് 450. 450 എന്നാ ഫിക്സ് ചെയ്തോ. ഇത് മതില്ലേ? ഗിഫ്റ്റ് ചെയ്യണോ? ആ പാക്ക് ചെയ്തോ. ഗിഫ്റ്റ് പാക്ക് ചെയ്യല്ലേ? ഓക്കെ. താഴെ ഉണ്ടോ ബില്ലിങ്?
ഓക്കെ ഏട്ടാ. ഏയ്, ഇങ്ങനെയും കയറി ചെല്ലാനാണോ നിന്റെ പ്ലാൻ? പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ട്? ഇതെടുത്ത് ബാഗ് വെക്കടി. ആ ശരി, ഇത് പിടിച്ചോ. ആ ഗിഫ്റ്റ് മാത്രം എടുത്തേക്കാം. ഇങ്ങോട്ട്. കുഴപ്പടി. അത് ആറപ്പത്തേക്ക് കളഞ്ഞു തരും. ആ മാ ഇതാ 2 എണ്ണം വരുന്നുണ്ട്. വാ മക്കളെ വാ, കേറി വാ, കേറി വാ. ചേട്ടൻ എന്താ ചില ഹോട്ടലിന്റെ മുമ്പിൽ ആൾക്കാരെ സ്വീകരിക്കാൻ നിൽക്കുന്ന ചില ആൾക്കാരെ പോലെ നിൽക്കണേ. നിന്നെയൊക്കെ സ്വീകരിച്ച് അനയിച്ച് അകത്തേറ്റി ഇരുത്തേണ്ട ഐറ്റങ്ങളല്ലേ. നീ വാടിയാണ്. സ്പോർട്സ് താരം അവിടെ നിന്ന് നിന്നേ. നിന്റെ അടുത്ത് നിൽക്കാൻ. ഡ്രോയിങ് ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുക. ഞാൻ മാത്രമല്ല ശിവ, നീ കൊണ്ടുപോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നീങ്ങിക്ക്. ഇല്ലാത്ത സ്പോർട്സിൻ്റെയും ഇല്ലാത്ത ഡ്രോയിങ്ങിൻ്റെയും പേരും പറഞ്ഞ് രണ്ടുപേരും എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോകുന്നത് എങ്ങോട്ടാ? അമ്മ, അതിന്റെ അമ്മ എന്തോ അമ്മ പറയണേ? ഒന്നും അറിയില്ല അല്ലേ? രണ്ടുപേർക്കും ഒന്നും അറിയില്ല അല്ലേ? അമ്മ ഇങ്ങനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അമ്മ ചൂരിലെടുത്ത് 2 പേട കൊടുക്കും, അപ്പൊ പറയും. അമ്മ ഓ, ഇന്ന് രാത്രി ഒരു തല്ല വേണ്ടി എടുത്ത് വെച്ച് വടി ഇരിപ്പിട്ട് എടുത്തോണ്ട് വരട്ടെ. നല്ല വടിയാണോ? നല്ല വടിയാ. ഒടിയില്ലല്ലോ? പുളിങ്കൊമ്പാണ്. ആ, ഒന്ന് എടുത്തുണ്ടോ? ഇല്ലാത്ത പേരും പറഞ്ഞ കാശ് മേടിച്ചിട്ട് പോയതും പോരാ, അത് ചോദിച്ചപ്പോൾ നിന്ന് വാച പഠിക്കുന്നല്ലേ? നീക്ക് അടി കൊണ്ടാലേ സത്യം പറയുള്ളൂ. ലച്ചു നീ അവിടെ വടിയെടുത്ത് വെച്ച് എടുത്തോണ്ട് വരണ്ട. എടുത്തോണ്ട് വരണ്ടല്ല, എന്നാ സത്യം പറ. അത് പറ. അമ്മ, ഞങ്ങള് ഒരാൾക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പൈസ കൊണ്ടുപോയി. ആർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ? ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കാ. നിങ്ങക്ക് ആരാണ് വേണ്ടപ്പെട്ട ഒരാള്? ശിവ, ചമ്മടെ കൊടുക്കടി. എനിക്കാ? എനിക്കത് എന്റെ വല്ല ബർത്ത്ഡേ വല്ല വേണം എനിക്ക് തരാൻ? അമ്മക്കല്ല, വേറെ ആൾക്കാ. വേറെ ആളാര്? പൊട്ടിച്ചൊക്കെ മനസ്സിലാവും. ഞാൻ പൊട്ടിച്ചു നോക്കാം. അതൊക്കെ പറ. ഇങ്ങനെ ഒക്കെ ലച്ചു. ഡാഡാ നിറച്ചും സെല്ലോട്ടേപ്പ് പൊട്ടിച്ചു. ഹായ്, നല്ല ഉടുപ്പല്ലേ? ഇത് വാങ്ങാൻ വേണ്ടിയാണോ പൈസ മേടിച്ചിട്ട് പോയത്? രണ്ടുപേരും വിചാരിച്ച പോലെ നല്ല ഡ്രസ് സെലക്ഷൻ ഒക്കെ ആണല്ലോ. ഞങ്ങൾ ആരാണ് ചേട്ടൻ വിചാരിച്ചേ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ പറയാതിരുന്നേ. വാവച്ചി, കേശു ചേട്ടനും ശിവചേച്ചിയും വാവച്ചിക്ക് വാങ്ങിച്ചിരുന്ന ഉടുപ്പ് ഇടാം. കേശു ചേട്ടനും ശിവചേച്ചിയും അല്ല, കൊച്ചേട്ടനും കൊച്ചേച്ചി. അതപ്പോ മാറി? അതൊക്കെ മാറി. അപ്പൊ കൊച്ചാട്ടനും കൊച്ചേച്ചിയും വാങ്ങിച്ചിടുന്ന ഉടുപ്പ് വാവ ഇടട്ടെ. അയ്യോ 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 അയ്യോ. ഇല്ല 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 ഇല്ല. കയ്യെവിടെ? 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 അതും നക്ക്, അതും നക്ക്. സിബിട്ടോ. അമ്മ, നല്ല ഭംഗിയുണ്ടല്ലേ? നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഇവിടെ നോക്കണുണ്ട്, ഉടുപ്പ് നോക്കണുണ്ട്. നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഉടുപ്പും കൊള്ളാൻ, കൊച്ചിനെ ഇണങ്ങനുമുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതമ്മേ, ഇതമ്മേ. ചെയ്ത കാര്യമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇനി മേല ഇല്ലാത്ത കാര്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് പൈസ മേടിച്ചുകൊണ്ട് പോയാ വേണ്ട വേണ്ട